പാനൂർ സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി എന്ന് പോലീസ് പറയുന്നു. കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലിനായി ഇപ്പോൾ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയെന്നും അറിയുന്നുണ്ട്. നേരത്തെ അറസ്റ്റിലായ അമൽ ബാബുവും ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. ബോംബ് നിർമ്മാണത്തിൽ CPIM-ന് പങ്കില്ല എന്ന് സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിനീഷിന്റെ പിതാവ് നാണു 24-നോട്. അപ്പോൾ ഈ സ്ഫോടനമായിട്ട് ഇത് പാർട്ടി ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് അവരുടെ ഇപ്പോഴത്തെ കുറ്റത്തിൽ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവരെന്ത് താല്പര്യത്തിൽ അത് അവർക്ക് അറിഞ്ഞുള്ളൂ. അതാണ് അവർ ചെയ്തത്. മറ്റേ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, പാർട്ടിനെ ജീവിച്ചിട്ടൊന്നുമില്ല. അത് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ. അത് എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ഇനി ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തി ഇതിൽ ആരെല്ലാം പെട്ടത് എല്ലാവരും ചിലത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ശക്തമായ കൊടുക്കണമെന്നുള്ള. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സജോ ദേവസ്യ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. പാനൂർ സ്ഫോടനത്തിൽ ഇതുവരെ 6 പേരുടെ അറസ്റ്റാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് പറയുന്നത് ഷിജാൽ എന്ന കുന്നോത്തുപറമ്പ് സ്വദേശി ഷിജാലാണ് ഇതിലെ മുഖ്യ ആസൂത്രകൻ. അതായത് ഈ ബോംബ് നിർമ്മിക്കണം, എവിടെ വെച്ച് നിർമ്മിക്കണം, എങ്ങനെ അസംബിൾ ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആസൂത്രണവും ആളുകളെ കൂട്ടിച്ചേർത്തതും അടക്കം എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിച്ചത് ഷിജാൽ എന്നയാളാണ്. ഷിജാൽ കുന്നോത്തുപറമ്പ് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ്. ഷിജാലാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇപ്പോൾ ഇയാൾ ഒളിവിൽ കഴിയുകയാണ്. ഇയാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നു എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നു. ഒപ്പം ഇന്നലെ അറസ്റ്റിലായ അമൽ ബാബുവും മീത്തല കുന്നോത്തുപറമ്പിലെ യൂണിറ്റ് അംഗത്വവും ഭാരവാഹിത്വവുമുള്ള ആളാണ് അമൽ ബാബു. അങ്ങനെ 2 ഡിവൈഎഫ്ഐ ഭാരവാഹികൾ യൂണിറ്റ് തലത്തിലാണെങ്കിൽ പോലും ഡിവൈഎഫ്ഐ സംഘടനാ തലത്തിൽ ഭാരവാഹിത്വമുള്ള 2 ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സംഘടനാ തലത്തിൽ യാതൊരു ബന്ധവുമില്ല എന്ന് CPM-ഉം ഡിവൈഎഫ്ഐയും ഒക്കെ ആവർത്തിക്കുന്നുണ്ട്. അതിനിടെയാണ് ഈ കാര്യങ്ങൾ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 പേരാണ് പ്രധാനമായും ബോംബ് നിർമ്മിച്ചത്. അതിൽ ഷെറിൻ കൊല്ലപ്പെട്ടു, മറ്റൊരാൾ വിനീഷാണ്. വിനീഷ് ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിനീഷിന്റെ പിതാവ് നാണു CPIM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. നാണു മകനെ തള്ളിപ്പറയുകയാണ്. പാർട്ടി ഏതെങ്കിലും നിലയ്ക്ക് ബോംബ് നിർമ്മിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, മകൻ തെറ്റായ വഴിക്ക് സഞ്ചരിക്കുന്നു എന്നത് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്, തിരുത്താൻ ശ്രമിച്ചതാണ്. സ്വന്തം നിലയ്ക്കാണ് ബോംബ് നിർമ്മാണം ഉണ്ടായത്. മകനും സുഹൃത്തുക്കളും ചേർന്ന് തന്നെയാണ് ബോംബ് നിർമ്മിച്ചത്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാവുകയാണ് വേണ്ടത്. പാർട്ടി ആരെയും ചുമതലപ്പെടുത്തുകയോ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. എന്തിനാണ് ബോംബ് നിർമ്മിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ മകനും സുഹൃത്തുക്കൾക്കും മാത്രമേ അറിയുകയുള്ളൂ. അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം. പക്ഷേ ഇക്കാര്യത്തിൽ CPIM-നെ വലിച്ചിഴയ്ക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നുകൂടി അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. പാർട്ടിക്കോ തനിക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും പാർട്ടി ബന്ധുക്കൾക്കോ ഇത് സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല എന്ന് ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് CPM-ന്റെ നിലപാട് വിനീഷിന്റെ പിതാവ് ആവർത്തിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഒരു വിശദീകരണവുമായി ഈ ഷെറിന്റെ വീട് സ്ഫോടനത്തിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ വീട് CPIM-ന്റെ പ്രാദേശിക നേതാക്കൾ സന്ദർശിച്ചത് വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയും വിവാദവും ഒക്കെയായി വളർന്നിരുന്നു. അതിനെ CPIM നേതൃത്വം തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ അന്ന് ആ സംസ്കാര ചടങ്ങിൽ കൂത്തുപറമ്പ് MLA കൂടിയായ KP മോഹനൻ കൂടി പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഇടത് ഘടകകക്ഷി നേതാവ് കൂടിയാണ്. അതിൽ MLA വിശദീകരണമായി പറയുന്നത് എങ്ങനെ മരിച്ചു എന്നതല്ല, തൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാൾ മരിക്കുന്നു, അതിൽ കുടുംബാംഗങ്ങൾ ദുഃഖിതരാണ്, അവരെ കണ്ട് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അതൊരു പൊതുരീതിയുടെ ഭാഗമായി വീട്ടിൽ പോയി കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിച്ചു. അതിനെ അവിടെ പോകാൻ പാടില്ല എന്ന് വിലക്കേർപ്പെടുത്തും വിധമുള്ള അഭിപ്രായ പ്രകടനങ്ങളുടെ യുക്തി തനിക്ക് മനസ്സിലാകുന്നില്ല. പൊതുവായി അവിടെ ഇടതുവിഭാഗികളായ ആളുകളാണ് അവരുടെ കുടുംബാംഗങ്ങൾ. അങ്ങനെ അവരെ പോയി ആശ്വസിപ്പിക്കുക എന്നത് തൻ്റെ ഒരു ദൗത്യമാണ്. അത് നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേതെങ്കിലും തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് MLA-യും വിശദീകരിക്കുകയാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ബോംബ്, വെറും ഒരു ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനം എന്നതിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് കാലമാണ്. ഇതൊരു രാഷ്ട്രീയ ബോംബായി വളരുന്നു, സജീവ ചർച്ചയാകുന്നു, പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നു. ഒപ്പം എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി ബോംബ് നിർമ്മിച്ചു, അതിന്റെ ലക്ഷ്യം എന്താണ് എന്നതടക്കം ഗൂഢാലോചനയും ആസൂത്രണവും അടക്കം വിശദമായ അന്വേഷണം ഉണ്ടാകണം എന്നുകൂടി പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. SK. ഓക്കെ, താങ്ക് യു സജോ ദേവസ്യ.